കലോത്സവത്തിന് വന്നാണോ? ഗിറ്റാർ വായിക്കാൻ അറിയോ? സംഗീതം പഠിക്കണമെന്ന ഒരു ആഗ്രഹവുമായി ചെന്നെത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു. പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല, ഇറങ്ങി ഓടി. അതൊന്നും പഠിക്കാൻ പറ്റിയില്ല. കണ്ടിട്ട് വായിക്കാൻ അറിയുന്നൊന്നും തോന്നുന്നില്ലല്ലോ. എനിക്കല്ലേ പഠിക്കല്. വായിക്കാൻ അറിയോ? എനിക്ക് വായിക്കാൻ അറിയാം. പഠിച്ചിട്ടുണ്ട്, മനസ്സിലായി. എവിടുന്നാ വരുന്നത്? ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. സ്കൂൾ ഏതാ? ഗുരുകുലം BSS. അപ്പം ഗിറ്റാറിൽ ഇന്നലെ മത്സരിച്ചു, എ ഗ്രേഡ് നേടി. എല്ലാ ആശംസകളും ആദ്യം അറിയിക്കാം. താങ്ക് യു. എത്ര വർഷമായി ഗിറ്റാർ പഠിക്കുന്നത്? 6.5 കൊല്ലമായി പഠിക്കുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. ഗിറ്റാർ മാത്രമാണോ വേറെ? ഗിറ്റാർ മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ വൃന്ദവാദ്യത്തിലും ഉണ്ട് HSS വിഭാഗം. അപ്പോൾ അത് ഇന്നലെ കഴിഞ്ഞു, അതിൽ എ ഗ്രേഡ് ആയിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടോ? വൃന്ദവാദ്യത്തിനായിട്ട് 2 തവണ വന്നിട്ടുണ്ട്. 2 തവണ, ഒരു തവണ എ ഗ്രേഡ് ആയിരുന്നു, പിന്നെ മറ്റേ തവണ കിട്ടിയില്ല. അപ്പീലിൽ പോയിട്ട് എ ഗ്രേഡ് ആയി. അത് കഴിഞ്ഞ് ഇപ്പോൾ +1 വരികയാണ്. ഇത് എവിടെ നിന്നാണ് പഠിക്കുന്നത്? ആരാണ് പഠിപ്പിക്കുന്നതൊക്കെ? കാർത്തിക് എന്ന് പറഞ്ഞൊരു മാഷാണ്. ഞങ്ങൾ നെന്മാറ സ്വദേശിയാണ് ആൾ. അപ്പോൾ ആളുടെ അടുത്തായിരുന്നു 6.5 കൊല്ലവും പഠിക്കുന്നത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, പഠിച്ചുകൊണ്ടിരിക്കുക. എ ഗ്രേഡ് കിട്ടിയപ്പം സാറിനെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ച് പറഞ്ഞു? എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണയെക്കാട്ടിലും ഈ പ്രാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു ഫീൽ ചെയ്ത്. അത് വൃന്ദവാദ്യത്തിലായാലും നമ്മുടെ ഇൻഡിവിജ്വൽ. ഗിറ്റാറിൽ ഇത്തവണ ഏതായാലും വായിച്ചിരുന്നത്? അവിടെ ഗിറ്റാറിൽ ഇതിപ്പോൾ സ്പാനിഷ് റൂംബ എന്ന് പറയും, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു പീസാണ്. അതും വായിച്ചു. പിന്നെ കുറച്ച് എന്താ പറയുക, ബ്രോക്കൺ കോഡ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വായിച്ചു. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛനമ്മ, അച്ഛമ്മ, പിന്നെ ഒരു ചേട്ടനുണ്ട്. അവരാരെങ്കിലും സംഗീത രംഗത്തുണ്ടോ? ചേട്ടൻ കീബോർഡ് വായിക്കും. ഞങ്ങള് 200-ൽ പരം പിള്ളേരുണ്ട് സ്കൂളിൽ നിന്നല്ലേ? എല്ലാവരും ഓരോ ഐറ്റംസ്, അല്ലെങ്കിൽ ഒരാൾ 2 ഐറ്റം അല്ലെങ്കിൽ 3 ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം വാശിയേറിയ പോരാട്ടമാണ്. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം തന്നെയായിരുന്നു ആലത്തൂരിലെ സ്കൂള് കാഴ്ചവെച്ചത്. ഇത്തവണയും ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ഇത്തവണയും ഫസ്റ്റ് അടിച്ചിട്ടേ പോകുള്ളൂ. ആ ഒരു ആത്മവിശ്വാസം, സ്കൂളിന് വേണ്ടിയിട്ട് ഇത്തവണയും ഞങ്ങൾ മത്സരിച്ച് വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസം അല്ലേ? ഉറപ്പായിട്ടും. എല്ലാ ദിവസവും ഞങ്ങൾ രാത്രി ഒരു 7 മണി 8 മണിയാവും വീട്ടിലെത്തുമ്പോൾ. അത്രയും പ്രാക്ടീസ് ആയിരിക്കും. ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും ഞങ്ങൾ പഠിച്ചെടുക്കും. എല്ലാ സാധനങ്ങളും, അക്കാഡമിക്സ് ആയാലും ഇതായാലും ഞങ്ങൾ ചെയ്തിരിക്കും. ഈ സംഗീതവും കലയും ഒന്നും പഠിത്തത്തിൻ്റെ ഒരു തടസ്സമല്ല അല്ലേ? ഇല്ല, തീരെയല്ല. അത് സംഗീതം ഉണ്ടെങ്കിലേ പഠിത്തം നടക്കുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചർമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടേ പോവുള്ളൂ. ഇപ്പോൾ ഏത് പാതിരാത്രി വിളിച്ചാലും അവർ ഫോൺ എടുക്കും. അവർ ഫോൺ എടുത്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. നമ്മൾ പരിചയപ്പെട്ടു, പേര് പറഞ്ഞിരുന്നു? നവനീത്. ഏറ്റവും അവസാനമാണ് ഞാൻ പേര് ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ കലയും അല്ലെങ്കിൽ സ്നേഹവും, അല്ലെങ്കിൽ ഈ എന്നെ തന്നെ ഗിറ്റാർ പഠിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. അതുകൊണ്ട് പേര് ഞാൻ നേരത്തെ ചോദിച്ചില്ല, ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചത് സർപ്രൈസ് ആയിട്ട്. നവനീത് മുഴുവൻ പേരുണ്ട്? നവനീത് മോഹൻ. അപ്പോൾ എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾക്കും ഒപ്പം തന്നെ അടുത്ത കലോത്സവത്തിനൊക്കെ നവനീതിനെ വീണ്ടും കണ്ടുമുട്ടത്തെ എന്ന് പറയുന്നത് അല്പത്തെ ഞാൻ ചിലപ്പോൾ ഒന്ന് പഠിച്ചെടുക്കും കേട്ടോ. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.